സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും തക്ബീർ ധ്വനികളുമായി വീണ്ടുമൊരു ചെറിയ പെരുന്നാൾ. വ്രതശുദ്ധിയിലൂടെ നേടിയ ആത്മസംസ്കരണത്തിന്റെ പ്രഭയിലാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് ഇസ്ലാം മത വിശ്വാസികൾ വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ചിട്ടയോടെയും സൂക്ഷ്മതയോടെയും ഒരു മാസം നീണ്ട വ്രതനിഷ്ഠയുടെയും പുണ്യം പങ്കിടുന്ന ഒരുമയുടെ ആഘോഷമാണ് ചെറിയ പെരുന്നാൾ. ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും ദാനധർമ്മങ്ങളിലും മുഴുകിയ വിശ്വാസികൾ ആഹ്ലാദപൂർവ്വം ചെറിയ പെരുന്നാളിനെ വരവേൽക്കും. ഈദിൻ്റെ പ്രഭാതം ആനന്ദത്തിൻ്റേതാണ്. പള്ളി മിനാരങ്ങളിൽ നിന്നും, കവലകളിൽ നിന്നും, നാട്ടുവഴികളിൽ നിന്നും, വീടുകളിൽ നിന്നും, തെരുവീതികളിൽ നിന്നുമെല്ലാം ഈദുൽ ഫിത്തറിൻ്റെ സംഗീത സാന്ദ്രമായ തക്ബീർ ധ്വനികൾ മുഴങ്ങും. കുട്ടികളും വലിയവരും പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് പള്ളികളിലേക്കും ഈദ് ഗാഹുകളിലേക്കും എത്തും. സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചി അണിഞ്ഞ് ഈദിനെ വരവേൽക്കും. ഈദുൽ ഫിത്തറിൻ്റെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് ഫിത്തർ സക്കാത്ത്. സാധുക്കളോടുള്ള ദയ, സമസൃഷ്ടി, സ്നേഹം, സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയവ വിളംബരം ചെയ്യുന്ന സവിശേഷ ദാനമാണിത്. നിർബന്ധ ദാനമായ സക്കാത്തിന് പുറമെയുള്ള ഫിത്തർ സക്കാത്ത് എല്ലാ വീടുകളിലും ഈദുൽ ഫിത്തർ ദിനത്തിൽ എത്തിക്കുന്നു. ആഘോഷ ദിനത്തിൽ ആരും തന്നെ പട്ടിണി കിടക്കരുതെന്ന സന്ദേശമാണ് ഫിത്തർ സക്കാത്തിലൂടെ നിറവേറപ്പെടുന്നത്. ഈദുൽ ഫിത്തർ ആഘോഷത്തിലെ പ്രധാന ചടങ്ങാണ് പെരുന്നാൾ നമസ്കാരം. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശിയെത്തുന്ന ആപാലവൃദ്ധം വിശ്വാസികളെ കൊണ്ട് നിബിഡമാകുന്ന ഈദുഗാഹുകൾ പെരുന്നാളിൻ്റെ നിരുപമമായ വശ്യതയാണ്. പരസ്പരം പെരുന്നാൾ ആശംസകൾ നേരുന്നത് ഈദ്ഗാഹുകളിലെ മനം നിറയ്ക്കുന്ന കാഴ്ചയാണ്. ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും ദീനാനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശമാണ് ലോക ജനതയ്ക്ക് ഈദുൽ ഫിത്തർ നൽകുന്നത്. കാസർഗോഡ് നഗരത്തിലെ പെരുന്നാൾ വിപണി ഇത്തവണ സജീവമാണ്. പുതുവസ്ത്രങ്ങളും പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുവാനെത്തുന്നവരെ കൊണ്ടും നഗരം നിറഞ്ഞിരിക്കുന്നു. ഊത്, അത്തർ, മൈലാഞ്ചി വിപണികളും ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പലചരക്ക് വിപണിയിൽ വിലക്കയറ്റം കൂടുതലാണെങ്കിലും പെരുന്നാൾ ആഘോഷത്തിന് ഇതൊന്നും മങ്ങലേൽപ്പിക്കുന്നില്ല. നോമ്പു തുറക്കുള്ള വിഭവങ്ങൾ വാങ്ങുന്നവരുടെ തിരക്കുള്ളതിനാൽ റമദാൻ ആരംഭിച്ചതു മുതൽ പഴവർഗ്ഗങ്ങളും പലഹാരങ്ങളും വിൽക്കുന്ന കടകളിൽ വലിയ തിരക്കായിരുന്നു. കാസർഗോഡിന് പുറമെ ഉപ്പള, കുമ്പള, കാഞ്ഞങ്ങാട്, നീലേശ്വരം, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ തുടങ്ങിയ ടൗണുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.